നമസ്കാരം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാണ് ഇഡിയും സിബിഐയും കേരള മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാത്തതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചു. കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയും 24 മണിക്കൂറും വിമർശിക്കുമ്പോൾ തനിക്കെതിരെ 24 മണിക്കൂറും വിമർശിക്കുകയാണ് കേരള മുഖ്യമന്ത്രി. ഇക്കാര്യം ജനങ്ങൾ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ 2 മുഖ്യമന്ത്രിമാരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ കേരള മുഖ്യമന്ത്രിയെ തേടി കേന്ദ്ര ഏജൻസികൾ എത്തിയിട്ടില്ല. പദപ്രശ്നം പോലെ ഈ കാര്യത്തിൽ എന്താലോചിച്ചിട്ടും തനിക്ക് മനസ്സിലാകുന്നില്ല. 56 മണിക്കൂറാണ് തന്നെ ഇഡി ചോദ്യം ചെയ്തത്. BJPയെ എങ്ങനെ അസ്വസ്ഥപ്പെടുത്താം എന്നാണ് താൻ ഓരോ ദിവസവും ആലോചിക്കുന്നത്. പാർലമെന്റിലേക്ക് പോകുമ്പോൾ BJP എംപിമാർ ഇയാൾ ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് പറയും. അതിന് ഞാൻ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. BJP മാധ്യമങ്ങളെ ഉപയോഗിച്ച് എന്നെ വേട്ടയാടുകയാണ്. ലോക്സഭാ അംഗത്വം എടുത്തു കളഞ്ഞു, ഇഡി ചോദ്യം ചെയ്തു, ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്താക്കി. ആ വൃത്തികെട്ട വീട് വേണ്ടെന്ന സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഈ രാജ്യത്ത് തനിക്ക് ലക്ഷക്കണക്കിന് വീടുകളുണ്ടെന്നും രാഹുൽ പറഞ്ഞു. ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്ന രാജ്യത്തെ ആദ്യ തെരഞ്ഞെടുപ്പാണിതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒരു പാർട്ടിയും ചെയ്യാത്തത് BJP ചെയ്യുകയാണ്. ഭാഷ അടിച്ചേൽപ്പിച്ച് BJP ഓരോ കേരളീയനെ അപമാനിക്കുന്നു. മലയാള ഭാഷയിൽ മലയാളികളുടെ ചരിത്രവും എല്ലാ വികാരങ്ങളുമുണ്ട്. മലയാളം സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ഏത് ഭാഷയിൽ കേരളം അതിൻ്റെ ചരിത്രം പറയും? കേരളത്തിലെ ദോശയും തമിഴ്നാട്ടിലെ ദോശയും വ്യത്യസ്തമാണെന്ന് മോദി മനസ്സിലാക്കണം. തമിഴ്നാടിൻ്റെ ചരിത്രം മനസ്സിലാക്കാതെ അവിടുത്തെ ദോശ ഇഷ്ടമാണെന്ന് മാത്രം മോദി പറയുന്നു. ഇന്ത്യയുടെ അടിസ്ഥാന ആശയം നശിപ്പിക്കാൻ മോദിക്ക് കഴിയില്ല. താൻ ഭാരത് ജോഡോ യാത്ര നടത്തി 4000 കിലോമീറ്റർ നടന്നു. അതിൻ്റെ മുട്ടുവേദന ഇപ്പോഴും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ചെയ്യാൻ പോകുന്നത് രാജ്യത്തെ എല്ലാ പാവപ്പെട്ട കുടുംബങ്ങളിലെയും ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്ത് 1 ലക്ഷം ഒരു വർഷം ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ഉറപ്പാക്കും. അംഗനവാടി ആശാപ്രവർത്തകർക്കും ശമ്പളം ഇരട്ടിയായി കൂട്ടും. 30 ലക്ഷം സർക്കാർ ജോലികൾ രാജ്യത്തുണ്ട്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കരാർ ജോലികൾ പൂർണ്ണമായും റദ്ദാക്കി സ്ഥിര നിയമനം കൊണ്ടുവരും. ഓരോ ബിരുദധാരികൾക്കും തൊഴിൽ പരിശീലനം ഉറപ്പാക്കുന്നതിന് നിയമം കൊണ്ടുവരുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി. കണ്ണൂർ മണ്ഡലം സ്ഥാനാർത്ഥി K സുധാകരൻ, കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ, വടകര മണ്ഡലം സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, KM ഷാജി, അബ്ദുറഹിമാൻ കല്ലായി, അബ്ദുൽ കരീം ചേലേരി എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ പോലീസ് മൈതാനിയിലാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിലെത്തിയത്. അതേസമയം അധികാരം മാത്രം ലക്ഷ്യം വെച്ചുള്ള പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും BJP എതിർക്കുന്നതിൽ കോൺഗ്രസിന് പ്രത്യയശാസ്ത്രപരമായി താല്പര്യമില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം. ജനങ്ങളെ ബാധിക്കുന്ന മൂർത്തമായ വിഷയങ്ങളിൽ ഒരു നിലപാടും പറയാൻ ശേഷിയില്ലാത്ത UDFും ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന LDFും തമ്മിലാണ് ഇവിടെ മത്സരമെന്നും മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. കോൺഗ്രസിന് മതനിരപേക്ഷ പാരമ്പര്യം നഷ്ടമായിരിക്കുകയാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ല. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഒന്നും പറയാനില്ല. രാജ്യത്താകെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രിയുടെയും മുതിർന്ന നേതാക്കളുടെയും പട്ടിക ഇവിടെ ആവർത്തിക്കുന്നില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള ഒഴുക്കിന് ഒരു അവസാനമില്ലാത്ത സ്ഥിതിയാണ്. ഓരോ ദിവസവും പുതിയ വാർത്ത വരികയാണ്. വന്ന് കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു.